ജീവിക്കാനാവുന്നില്ലെന്ന തുറന്നു പറച്ചിലുമായി എത്തിയിരിക്കുകയാണ് ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞിറങ്ങിയ സ്ത്രീകൾ. വിവാഹിതരായി മക്കളുമായി കഴിയുമ്പോഴാണ് കുറ്റകൃത്യങ്ങളിൽ പെട്ട് മിക്കവരും ജയിലിലാവുന്നത്. ജയിലിൽ നിന്നിറങ്ങിയാൽ തങ്ങൾ ഒറ്റപ്പെടുന്നു, മക്കൾ പോലും തങ്ങളെ തിരിഞ്ഞു നോക്കാതെ അവഗണിക്കുന്നു. ശിക്ഷ കഴിഞ്ഞിട്ടും കുറ്റവാളിയായി തന്നെ ജീവിക്കുകയും കുറ്റവാളിയായി തന്നെ മരിക്കാനുമാണ് തങ്ങളുടെ വിധിയെന്നും പറഞ്ഞ് സ്ത്രീകൾ സങ്കടം പങ്കുവയ്ക്കുന്നു. 2015 ശേഷം ജയിൽ മോചിതരായ സ്ത്രീകളാണ് ഇങ്ങനെയൊരു സങ്കടം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇവരെ കൂടാതെ മറ്റു 7 മേഖലകളിലെ സ്ത്രീകളെ പറ്റിയും വനിതാ കമ്മീഷൻ പഠനം നടത്തിയിരുന്നു. പൊട്ടിച്ചിതറിയ കുടുംബവും കാമുകന്മാരുടെ ചതിയുമൊക്കെ ജീവിതം തകർത്തെന്നാണ് ജയിൽ വിട്ടവർ പറയുന്നത്. സ്നേഹവും വിദ്യാഭ്യാസവും കിട്ടാത്തതും മാതാപിതാക്കൾക്കിടയിലെ അസ്വാരസ്യവും സാമ്പത്തിക പ്രതിസന്ധിയും വീട്ടിലെ ദുരിതവുമൊക്കെ കുറ്റകൃത്യങ്ങളിൽ എത്തിച്ചു. ഭർത്താവിന്റെ അവഗണനയിൽ മനം നൊന്ത് മറ്റു ബന്ധങ്ങളിൽപ്പെട്ട് ചൂഷണത്തിനിരയായവരാണ് 90%. കമ്മീഷൻ സമീപിച്ച 50 പേരിൽ 49 പേരും സമൂഹത്തിന് മുഖം നൽകാതെ മറഞ്ഞു നിൽക്കുന്നു. വീട്ടുജോലി പോലും ഇവർക്ക് കിട്ടുന്നില്ല. പേരുമാറ്റിയും നാടുവിട്ടും മുൻകാലം മറച്ചുവെച്ചുമാണ് ഇവർ തൊഴിൽ തേടുന്നത്. ജയിൽ മോചിതരായ ശേഷം കുടുംബത്തോടൊപ്പം കഴിയുന്നത് വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രമാണ്. നല്ല കുടുംബമുണ്ടായിരുന്നെങ്കിൽ തെറ്റുകളിൽ എത്തുമായിരുന്നില്ലെന്നും ഇവർ പറയുന്നു. വിദ്യാഭ്യാസമുള്ള സ്ത്രീകളിൽ നിന്ന് പോലും അവഗണനയാണ് ഇത്തരത്തിലുള്ളവർ നേരിടുന്നത്. കുടുംബത്തിനു വേണ്ടി ജയിലിൽ പോയിട്ടും വീട്ടുകാരുടെ ഭാഗത്തു നിന്നുമുള്ള കുത്തുവാക്കുകളും ദേഹോപദ്രവവും ഒഴിവാക്കലുകളും ജയിൽ ശിക്ഷയേക്കാൾ തളർത്തുന്നതാണെന്നും സ്ത്രീകൾ പറയുന്നു. ഒറ്റപ്പെടൽ നേരിടാൻ സമാന ശിക്ഷ അനുഭവിക്കുന്നവരുമായി കൂട്ടുകൂടും. അത് വീണ്ടും മറ്റു കുറ്റകൃത്യങ്ങളിൽ എത്തിക്കും. കുടുംബശ്രീയിലോ ഗ്രാമസഭയിലോ പങ്കെടുക്കാറില്ല. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളോട് സമൂഹം വേർതിരിവ് കാട്ടരുത്. ഇവരെ കൂടി ഉൾക്കൊള്ളാൻ ഓരോരുത്തരും കുടുംബങ്ങളെ പ്രേരിപ്പിക്കണം. ഇവർക്കും തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. അതിനായി സർക്കാർ സഹായങ്ങൾ നൽകണം. ഓരോരുത്തരുടെയും യോഗ്യതയ്ക്കൊത്ത തൊഴിലിന് നയമുണ്ടാക്കണം. ബന്ധുക്കൾ ഏറ്റെടുക്കാത്തവർക്ക് പുനരധിവാസ കേന്ദ്രങ്ങൾ തയ്യാറാക്കണം. ഒപ്പം തൊഴിൽ പരിശീലനം നൽകുകയും ജയിലുകളിൽ മനഃശാസ്ത്രജ്ഞന്റെ സേവനങ്ങൾ ലഭ്യമാക്കുകയും വേണം. കൂടാതെ കുറ്റവാസനയുള്ളവർക്ക് കൗൺസിലിംഗ് നൽകുകയും കുടുംബശ്രീ സംരംഭങ്ങളിൽ പങ്കാളിത്തം നൽകുകയും ചെയ്യണം. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ജയിൽ മോചിതരായ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിയിലധികം പരിഹരിക്കാൻ സാധിക്കും.